ചിന്തിച്ചിട്ട് അതായത് കുട്ടികൾ വൈദ്യുതി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ SP എന്ന SPS അതിൽ പിന്നെയാണ് SSF. സാധാരണ ഒരു ബുദ്ധിയും പക്വതയും ആയിക്കൊണ്ട് വരുമ്പോൾ അവർ ദീനിലേക്ക് ആകർഷിച്ചിട്ട് വരാൻ വേണ്ടിയിട്ടാണ് SSF. അത് കഴിഞ്ഞിട്ട് അവർക്കുള്ളതായിരിക്കുന്ന ഒരു മുതിർന്നതായിരിക്കുന്ന ഒരു പക്വത എത്തിയതായിരിക്കുന്ന ആൾക്കാർക്ക് SYSഉം ഇതെല്ലാം കഴിഞ്ഞ് ഒരു മൂലക്കൂർ വെക്കുന്നതായിരിക്കുന്ന ഒരു സമയം. അതായത് മാറ്റം എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വീടിന് വേണ്ടി കുറെ ദൂരം ഇതെല്ലാം ഉണ്ടാവും. അടിച്ചടിച്ച് തീർന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്നും കിട്ടി മറ്റിലാണ്. അപ്പൊ ആ നിലയ്ക്ക് എത്തുമ്പോൾ അതിനൊരു മൂലയ്ക്ക് വെക്കുന്നത് അല്ലെങ്കിൽ അത് മൂലയ്ക്ക് വെക്കുന്ന വേണ്ട അത് കല്ലുമണ്ണെങ്കിലേക്ക് വരാനായി എന്ന് പറഞ്ഞിട്ടാണ് KMJ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇത് എല്ലാം ഉണ്ടാക്കിയതിന് ഞാൻ സുന്നത്ത് ജമാഅത്ത് ഈ നാട്ടിൽ നിലനിൽക്കണം, അതിനുള്ളതായിരിക്കുന്ന പ്രവൃത്തി മുടങ്ങിപ്പോവാൻ കഴിയില്ല എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ഇതെല്ലാം മുൻഗാമികളായിരിക്കുന്ന ഞങ്ങളെ സുൽത്താനുൽ ഉലമ പോലെയുള്ളതായിരിക്കുന്ന മഹാന്മാർ കൂടി ഇങ്ങനത്തതായിരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കുകയും അതിനെ നിലവിൽ അവർ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് ഇവിടെ അസ്തമിച്ചു പോകാൻ പാടുള്ളതല്ല. ഇന്ന് പഴയ ഒരു ഭാഗത്ത് ബുദ്ധൻവാദികൾ, മറ്റൊരു ഭാഗത്ത് തരീഖത്ത് എന്ന് പേരും പറഞ്ഞുകൊണ്ട് പഴയ ജാതി കൂട്ടക്കാരെ രംഗപ്രവേശിച്ചുകൊണ്ട് അത് നിസ്കരിച്ചിട്ട് വേണ്ടില്ല, താടി വെച്ചിട്ട് തലമുടി വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയാക്കും, ദിക്ർ ചെല്ലാൽ മതിയാക്കും എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വിഭാഗം രംഗത്ത് വന്നപ്പോൾ അതിനെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം സംഘടനകൾ ഞങ്ങൾക്കുള്ളതായിരിക്കുന്ന മുതിർന്നതായിരിക്കുന്ന ആരോഗ്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ പാത അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാദികളെയും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോകാത്തതായ കുടുംബത്തിലുള്ളതായ ആൾക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുമാറാകട്ടെ എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വാക്യം കൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعد. ആദരവും ബഹുമാനവും നിറഞ്ഞ KMJയുടെ അധ്യക്ഷൻ, അതുപോലെ SYSന്റെ അധ്യക്ഷൻ, അതുപോലെ ഒസമജൽ അധ്യക്ഷൻ, SYS അധ്യക്ഷൻ, അതുപോലെ SSFന്റെ അധ്യക്ഷൻ, അതുപോലെ ഞങ്ങളുടെ സർക്കാരിന്റെ അധ്യക്ഷൻ, അതുപോലെ എല്ലാ പ്രവർത്തകന്മാർ, അല്ലാഹു KMJയുടെ സെക്രട്ടറി, അല്ലാഹു ഖബൂലാക്കട്ടെ, ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട രക്ഷകന്മാരെ, മഹ്ദൂരിയത്തുൽ ബദരിയുടെ മജ്‌ലിസിനാണ് ഞങ്ങൾ നിങ്ങൾ ഒരുമിച്ച് കൂടി അല്ലാഹു ഖബൂലാക്കട്ടെ. അതിന്റെ ബർക്കത്തോടെ അല്ലാഹു ഞങ്ങളെ ദുനിയാവും ആഖിറത്തും അല്ലാഹു വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുദീർഘമായ ഒരു വാക്കിലേക്ക് കിടക്കാതെ ഇന്ന് അനുസ്മരിക്കപ്പെടേണ്ട, അനുസ്മരിക്കുന്ന ഒരു വലിയ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു, ആ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത്രയും വലിയൊരു മർത്തബയിലേക്ക് എത്താനുള്ള കാരണം
അവിടുത്തെ സ്വഭാവ ഗുണങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ ആക്ഷേപിക്കുകയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നു. പൊളിച്ചത് പറഞ്ഞ് വേണ്ടാത്തത് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് വീട്ടിലേക്ക്. ബാക്കിൽ കൂടി ഇങ്ങനെ നടക്കുന്നു, ചീത്ത പറയുന്നു, വേണ്ടാത്തതെല്ലാം പറയുന്നു. സാധാരണ പറയില്ലേ, അതിന്റെ മോനെ, ഇതിന്റെ മോനെ, അങ്ങനെ മോനെ, എങ്ങനെ മോനെ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയും. പന്നി തിന്നുന്നവനെ, നായി തിന്നുന്നവനെ, ഇങ്ങനെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ബാക്കിൽ കൂടി ഒരുത്തൻ അതാ നടന്നുകൊണ്ടുപോകും. അപ്പോൾ അതാ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചീത്ത പറയാതെ പറയുകയാണ്, ഞാൻ കോഴി കഴിക്കുന്നവനെ, ആട് തിന്നുന്നവനെ, മുട്ട തിന്നുന്നവനെ, ഇങ്ങനെയൊക്കെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയും. ജനങ്ങൾ ചോദിക്കുന്നു, യാ ശൈഖ് അവറുകളെ, നിങ്ങൾ എന്താണ് അയാളെ പച്ച ഈ പൊളിച്ചതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അയാൾ തിന്നുന്നത് അയാൾ പറഞ്ഞു, ഞാൻ തിന്നതെന്ന് ഞാൻ പറഞ്ഞു, അത്രയേ അങ്ങനെയുള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. അത്രയും നല്ല സ്വഭാവം. ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങൾക്ക് ആരെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞാൽ അവിടുന്ന് പറയുന്ന വാചകം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ എന്താക്കുക, സാധാരണയായി നല്ല സ്വഭാവികൾ, നല്ല സ്വഭാവമുള്ള ആൾമാർ പറയും, ഞാൻ ചീത്ത ആളല്ലേ, ഇൻഷാ അല്ലാഹ് നീ നല്ലവൻ, ഞാൻ നല്ലകാൻ നിങ്ങൾ ദുആ ചെയ്യുക. ഇതാണ് സ്വഭാവം. നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നല്ല ഒരു ആളായി തീരാൻ നിങ്ങൾ ദുആ ചെയ്യുക എന്ന് പറയുന്നത്. ഇതാണ് സ്വഭാവങ്ങൾ. ഈ മഹാന്മാർ കാണിച്ചു തന്ന സ്വഭാവങ്ങളാണ് ഇതൊക്കെയും. ഈ സ്വഭാവത്തിലൂടെ ഞങ്ങൾക്ക് മുന്നേറാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പണ്ഡിതന്മാർ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഒരുമിച്ച് കൂടെല്ലാം ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى كل وصحابته أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكونوا مع الصادقين. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ തിന്നുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് ഒരാൾ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ തിന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ വലത് കൈ കൊണ്ട് തിന്നറൂ. അപ്പൊ അയാൾ കേട്ടില്ല, ആവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചിട്ട് പോലും അയാള് അതേ ഇടത്ത് കൈ കൊണ്ട് തിന്നു തുടങ്ങി. അപ്പൊ നബി തങ്ങൾ കേട്ട്, എന്റെ വലത് കൈ തിന്നില്ല, വക്കാവില്ല. ചരിത്രത്തിലെ ഹദീസിൽ കാണുന്നു, പിന്നെ ആ മനുഷ്യരെ വലത്ത് കൈ മേല് പോയിട്ടേയില്ല, പിന്നെ ആ കൈ ഇങ്ങനെ കീഴുകയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് കേട്ടില്ല. ഇപ്പൊ കൈ കീഴായി വെച്ചു.
ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 1000 ചില്ലാര വർഷം ജീവിച്ച ആളായിട്ടുണ്ട്. 1050 ചില മഹാന്മാരുടെ അഭിപ്രായമുണ്ട്. അതിൽ 950 കൊല്ലം മഹാനവരുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ റാഷിദ് ചൗധരി അദ്ദേഹത്തിലേക്ക് പുതിയ സനത് കിട്ടിയിട്ടുണ്ട്. എന്ത് ഹാറൂനി അള്ളാഹു വാക്കത്തിക്കട്ടെ. നമ്മുടെ കറയ ഉസ്താദിന്റെ മോൻ അപ്പോ 950 കൊല്ലം ജീവിച്ചിട്ട് അല്ല ഇസ്ലാം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് മഹാനവരുകളെ വിശ്വസിച്ചത് ആരാ? വിരൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ്. മഹദറത്തുൽ ബദരിയിലേക്ക് കുറച്ച് വന്നപ്പോ അടുത്ത വാർത്തകളിൽ മഹദറത്തുൽ ബദരി ആക്കണ വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചപ്പോ കുറെ ആൾ കൂടിയപ്പോ ആക്കണ വേണ്ടി ഒരു സംശയത്തിരിക്കുമ്പോ 950 കൊല്ലം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്തു. എന്നിട്ട് വിരളഞ്ഞാൻ പറ്റുന്ന ആളുകൾ മാത്രമാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, നിന്റെ ഖൗമികൾ ദീനിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് എതിരായി പ്രാർത്ഥിച്ചു. റബ്ബിന്നി റബ്ബിന്നി ദഅവതു ഖൗമി ലൈലൻ വനഹാറാ റബ്ബി ലാ തദർ അലൽ അർളി കാഫിരീന ദയ്യാറാ. എങ്ങനെ രാത്രിയും പകലും ഞാൻ അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചിട്ട് പോലും ഒരാളും സ്വീകരിച്ചില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ഇത്തരത്തിലുള്ള ആളുകളുടെ, സത്യനിഷേധികളുടെ ആളുകളുടെ ഒരൊറ്റൊരു വീടിനെയും നീ ബാക്കി വെക്കരുത് റബ്ബേ. പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നൂഹ് നബിയെ, നിങ്ങൾ ഒരു കപ്പലുണ്ടാക്കുക. കപ്പലുണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും കയറ്റാൻ പറഞ്ഞു. എല്ലാത്തിനെയും കയറ്റി. ചെറിയ കപ്പലെന്നല്ല, വലിയ കപ്പൽ. ആ കപ്പലിലൂടെ അങ്ങ് കയറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വെള്ളപ്പൊക്കം കൊടുത്തു. വലിയ തണ്ണി വെള്ളം. ആ വെള്ളം ഇങ്ങനെ 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 പൊന്തി 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 ഈ കപ്പലിൽ ഒരുപാട് ആളുകളുണ്ട്. അതിൽ കാക്കയുണ്ട്, നായയുണ്ട്, പൂച്ചയുണ്ട്, മനുഷ്യരുണ്ട്, അല്ലാത്ത ജീവികളൊക്കെയൊന്നും ഒന്നും ഒന്നിനെയും ആക്രമിക്കുന്നില്ല, ഒന്നും ഒന്നിനെയും ചീത്ത പറയുന്നില്ല, ഒന്നും ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. പക്ഷെ പൂച്ചയുടെ ചില ശരീര വികൃതി കൊണ്ട് അതിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ആവേശം കാണിച്ചു എന്ന് മാത്രം. നായും അതുപോലെ കാണിച്ചു എന്ന് മാത്രം. അക്രമമല്ല ആ കപ്പലിലൂടെ കാണിച്ചത്. അതിനെതിരെ നൂഹ് നബി അലൈഹിസ്സലാം ശപിച്ചു, വിഷം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു ജീവിയാണ് കാക്ക. അതിന്റെ പേര് മുനാഫിഖ് എന്നാണ്. ഈ കാക്കയുടെ പേര് മുനാഫിഖ് എന്നല്ലേ? ആ മുനാഫിഖ് എന്ന് പറയാനുള്ള കാരണം കാക്ക 100, 200 കൊല്ലം ജീവിക്കുന്ന ജീവിയല്ല. 400, 500, 700, 800 കൊല്ലം കാക്ക ജീവിക്കുന്നതാണ്.
ഈ കാക്ക ചെയ്ത പണി എന്താണ്? ഈ മുനാഫിഖ് എന്ന് പറയാൻ കാരണം ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി 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 മേൽഭാഗത്തിലേക്ക് എത്തിക്കളഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ കനാൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചില്ല, കപ്പലിൽ കയറ്റിയില്ല, പുറത്താണ്. ബാപ്പ പറഞ്ഞു, മോനെ ഇപ്പോൾ വെള്ളപ്പൊക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം കപ്പലിൽ കയറിക്കോ. അപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ബാപ്പാ ആ വെള്ളം വന്നാൽ കാണുന്ന ജൂദ് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഞാനങ്ങ് കയറിക്കൊള്ളാം, എനിക്കൊരു പ്രയാസമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ആ കുത്തനെ നിൽക്കുന്ന പർവ്വതമുണ്ട്, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് വെള്ളമെത്തൂല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ കയറാം. അതുകൊണ്ട് നിങ്ങളുടെ മതമാകുന്ന അല്ലാഹുവിന്റെ ദീന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല വാപ്പാ. വാപ്പ മകൻ പറഞ്ഞില്ല. പക്ഷെ വെള്ളം എത്തി 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 എവിടെ എത്തി? പർവ്വതത്തിന്റെ മുകളിൽ വരെ വെള്ളമെത്തി. അവനിങ്ങനെ മേൽഭാഗത്തിലുള്ള ആ സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ ഇവന്റെ കാൽപാദത്തിന്റെ അടിഭാഗത്തിലേക്ക് വെള്ളമെത്തി. എവിടെയാണ്? ജൂദ് പർവ്വതം വലിയ പർവ്വതമാണ്, കുത്തന നിൽക്കുന്ന വലിയ പർവ്വതം. അങ്ങനെയുള്ള പർവ്വതം ആ നാട്ടിൽ എവിടെയുമില്ല. ആ പർവ്വതത്തിലാണ് ഇരുന്ന് അഹങ്കരിക്കുന്നത് കനാൻ. നൂഹ് നബി അലൈഹിസ്സലാമിനോട്, വാപ്പാ നിങ്ങളുടെ മതത്തിൽ ഞാൻ ചേരൂല. ആലോചിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വെള്ളപ്പൊക്കം, അല്ലാഹുവിന്റെ അദാബ്, ശിക്ഷ മേൽഭാഗത്തിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് കാലിന്റെ അടിഭാഗത്തേക്ക് എത്തി, മുട്ടുവരെ എത്തി, അരവരെ എത്തി, നെഞ്ചുവരെ എത്തി, അവസാനം മൂക്കട്ടം വരെ എത്തിക്കളഞ്ഞു. പക്ഷേ വെള്ളത്തിലങ്ങ് തേടാനങ്ങ് തുടങ്ങിയപ്പോൾ കനാൻ നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു, മോനെ വിശ്വസിച്ചോ, ഒന്ന് കപ്പലിൽ കയറിക്കോ. അപ്പോഴാണ് കനാൻ എപ്പോഴും വിശ്വസിച്ചില്ല. അപ്പോഴാണ് അല്ലാഹുവിനോട് വിളിച്ചു പറയുന്നത്, അല്ലാഹുവേ കനാനിന്റെ മകനാണ്. അപ്പോഴാണ് അല്ലാഹു വിളിച്ചു പറയുന്നത്, ലൈസ മിന്ന ബിലിക്, നൂഹ് നബിയെ അത് നിങ്ങളുടെ മകനല്ല, അത് നിങ്ങളുടെ മകനല്ല. അങ്ങനെ വെള്ളം എന്തായി കുറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കനാൻ മുങ്ങി ഹലാക്കായി ചത്തുപോയി. അങ്ങനെ വെള്ളം കുറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ശവങ്ങൾ ഇങ്ങനെ തേടാൻ തുടങ്ങി നാനാഭാഗത്തിലൂടെ. അപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം കാക്കയെ വിളിച്ചിട്ട് പറഞ്ഞു, കാക്കയെ ആ സ്ഥലത്ത് ശവങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അപ്പൊ കാക്ക എന്താക്കി? വേഗം ഓടിയിട്ട് ആ ശവം തിന്നാൻ തുടങ്ങി. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ശവം എവിടെയൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ കാക്ക എന്ത് ചെയ്തു? നൂഹ് നബി അലൈഹിസ്സലാമിലേക്ക് വിപരീതമായി ആ ശവങ്ങൾ തിന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് കാക്കയുടെ പേര് മുനാഫിഖ് എന്നായത്. അവ ശവത്തിനെ തിന്നുന്ന എങ്ങനെയുള്ള ശവം? അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കപ്പെട്ട, അല്ലാഹുവിന്റെ ശിക്ഷ എന്തിന് ലഭിച്ചു? വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് ലഭിച്ചത്. ആ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവർ മുങ്ങി ഹലാക്കാകുന്നത് മറ്റുള്ള ജനങ്ങൾ പഠിക്കണം, അറിയണം, ചിന്തിക്കണം, ആലോചിക്കണം. അതിനു വേണ്ടി അല്ലാഹു ആക്കി വെച്ച ശവങ്ങളെയാണ് കാക്ക തിന്നു കളഞ്ഞത്. അതുകൊണ്ടാണ് കാക്കനെ മുനാഫിഖ് എന്ന് പറഞ്ഞത്. അത് ഞാൻ എന്തിനു പറഞ്ഞു? എന്തിനു പറഞ്ഞു? നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സംഘടന എന്തിനാണുള്ളത്? അല്ലാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യാനാണ്, അല്ലാഹുവിന്റെ ഇൽമ പ്രബോധനം ചെയ്യാനാണ്. അതിന് എന്ത് പ്രതിസന്ധികളും ബുദ്ധിമുട്ട് പ്രയാസം വന്നെങ്കിൽ അതെല്ലാം തരുണം ചെയ്തിട്ട് അല്ലാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുന്നത് ഞങ്ങളെ ഓരോരുത്തരെ കടമയായിട്ടിരിക്കണം.
ചില ആള് മനസ്സിലാക്കിയ ഉസ്താദെ അല്ലെങ്കിൽ ജൗഹരി നിങ്ങൾ നിസ്കരിച്ചത് കൊണ്ടിട്ടതാമയ്യാവും നിങ്ങൾ 24 ഗണ്ട പള്ളിയിലിക്കട അല്ലേ, നിങ്ങൾ 24 ഗണ്ട പള്ളിയിലിക്കട. പിന്നെ നിങ്ങൾ ഖുർആൻ ഓതുക, നിസ്കരിക്കണം, ജമാഅത്ത് കൃത്യമായി സ്വലയ്ക്ക് 4 ഗണ്ടയ്ക്ക് പോട്ടെ. ഒരു മനുഷ്യൻ അവനെ പോയി അള്ളാഹുവിലേക്ക് വല്ലാണ്ട് ഇബാദത്ത് അതിർത്തേക്ക് മയ്യാവാണ്. അതിർത്തേക്ക് മയ്യാവിൽ എന്തേ നേരത്തെ ഇവിടെ ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ജീവിച്ച മഹാനാണ്. ദഅവത്ത് നടത്തി നമ്മുടെ നേതാവ് ദഅവത്ത് നടത്തിയത് അങ്ങനെയല്ല. പിന്നെയോ 23 കൊല്ലം കൊണ്ട് ദഅവത്ത് നടത്തിയതാണ്. അവ 23 കൊല്ലം കൊണ്ട് ദൈവത്തിന്റെ കണക്ക് പിടിക്കറൂ. അതേസമയം 950 കൊല്ലം ദൈവത്തിന്റെ വ്യത്യാസം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തുകൾക്ക് എന്താ? മറ്റൊരാൾക്ക് നന്മ കൽപ്പിക്കണമെന്നുള്ള ഉത്തരവാദിത്വം നൂഹ് നബിയുടെ കൗമികൾക്കില്ല. അത് നൂഹ് നബി അലൈഹി ഇസ്ലാം ഏറ്റെടുത്തതാണ്. ദൈവത്തെ ക്ഷണിച്ച നൂഹ് നബി അലൈഹി ഇസ്ലാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ അങ്ങനെയല്ല. ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തനാബു നവാഇഹി. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ വിരോധിക്കലാണ്. കുന്തും ഇങ്ങനെ നിങ്ങൾ ആക്കിയെങ്കിൽ എന്താ സംഭവിക്കുക? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. കുന്തും ഖൈറ, നിങ്ങൾ നല്ല മനുഷ്യന്മാർ. നിങ്ങൾ എങ്ങനെ നല്ല മനുഷ്യന്മാർ? നിസ്കരിച്ചത് കൊണ്ടാണ്, നോമ്പിടിച്ചിട്ടുണ്ടല്ല. മനുഷ്യന്മാർക്ക് നന്മ ചെയ്ത ആൾക്കാരായതുകൊണ്ട് മനുഷ്യന്മാർ ഇരിഞ്ഞിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ പോയിട്ട് സ്വമേതോളം നിസ്കാരം അല്ലേ? അങ്ങനെയല്ലേ? സ്വമേതോളം നിസ്കാരം ഇത് ഉമ്മത്തിന്റെ പ്രത്യേകതയല്ല. നിങ്ങൾ ഉത്തമ സമുദായത്തിന്റെ ആളാവണമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലി. നിങ്ങൾ ഉത്തമ സമുദായത്തിന്റെ ആളാവണമെങ്കിൽ ജൗഹരി മാത്രം സ്വർഗത്ത് പോയി മയ്യാവല്ലേ, പിന്നാലെ സ്വർഗത്ത് പോണോ? നിങ്ങൾ എല്ലാവരും സ്വർഗത്ത് പോകണം. ജൗഹരി മാത്രം ഇവിടെ നിസ്കരിച്ച മയ്യാൽ നിങ്ങൾ എല്ലാവരും നിസ്കരിക്കണം. ജൗഹരി മാത്രം നല്ല സ്വറാക്കിയ മയ്യാൽ നിങ്ങൾ എല്ലാവരും എന്താക്കണം? നല്ല സ്വറാക്കണം. നിങ്ങൾ എല്ലാവരും സുന്നത്യമായിട്ട് വേണം. നാളെ സുന്നിയല്ലേ? നാളെ സുന്നി അവിടെ ചത്തുകൊണ്ട് നക്കരുതേ. ഇസ്ലാം അത് അനുവദിക്കില്ലേ? എന്തെങ്കിലും കുന്തും ഖൈറ ഉമ്മത്തല്ല, കുന്തും ഖൈറ ഉമ്മത്തല്ല, കുന്തും ഖൈറ ഉമ്മത്തുണ്ടാവണമെങ്കിൽ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ പള്ളിയുടെ അകത്ത് പോയിട്ട് കുറെ നിസ്കരിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ കുറെ നോമ്പെടുത്തത് കൊണ്ടല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലൊരു ഹദീസ് ആണ്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, തന്റെ ഉമ്മത്തുകളുടെ മേൽ ഒരു കാലം വരും. ആ കാലം എങ്ങനത്തെ കാലായിട്ടിക്കണോ? യഖറഊനൽ ഖുർആൻ വയസല്ലൂന ഫിൽ മസ്ജിദ്. പള്ളിയിൽ ഭയങ്കര ഖുർആൻ ഓത്ത്, പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ഇമാമുടെ മുട്ടമേ. അതേ സമയത്ത് അതേ ഖുർആൻ വല്ലാത്ത ഓത്ത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയ ഹദീസ് മനസ്സിലാക്കുന്നു, ലൈസ ഫീഹി ഈമാൻ. അങ്ങനെ ഖൽബിൽ ചെറിയ ഈമാൻ പോലുമില്ല, ഈമാനേ ഇല്ല. നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ നിസ്കരിക്കണോ? നിങ്ങൾ നോമ്പെടുക്കണ്ടാണ്ടല്ല ചൊന്ന എല്ലാ കാര്യം ചെയ്യലോടുകൂടി നിങ്ങൾ നല്ല മനുഷ്യന്മാരാവണമെങ്കിൽ ഇങ്ങനെയുള്ള മഹദറത്തുൽ ബദ്രിയ ചൊല്ല മജ്ലിസൂടെ സംഘടിപ്പിച്ചതാര്? എസ്എസ്എഫുടെ സംഘടനയുടെ പ്രവർത്തകന്മാര്. എസ്എസ്എഫ് എന്തുകൊള്ളതായിട്ട് നേരത്തെ ഉസ്താദ് ചൊല്ലില്ലേ? എസ്എസ്എഫ് എന്തുകൊള്ളേ? അല്ലാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യണമോ? ഞങ്ങളുടെ മക്ക സുന്നത്ത് ജമാഅത്തിലൂടെ പറഞ്ഞുവോ? സലഫിയാവടെ കുത്തീറ, വഹാബിയാവടെ കുത്തീറ, ജമാഅത്ത് ഇസ്ലാമിയാവടെ കുത്തീറ. അത് ഞങ്ങളുടെ റായത്തിനൊരു പുളും കൂടി കുത്തീറ. അല്ലെങ്കിൽ ഔണിക്കെട്ട നങ്കെന്തേണ്ട് ചിന്തിക്കുന്ന സ്വഭാവമല്ല. അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യന്മാർ അഥവാ നീ എന്ത് വേണമെങ്കാവൂ, അവണെന്ത് വേണമെങ്കാവട്ടോ, ഓണെന്ത് വേണമെങ്കാവട്ടോ, അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർആൻ ചൊല്ലി കുന്തും ഖൈറ ഉമ്മത്ത്. അല്ലാഹ്
കുന്തു ഖൈറ ഉമ്മത്തിൻ ആവണമെങ്കിൽ, നല്ല സമുദായത്തെ ആൽമാരെ നിങ്ങൾ ആവണമെങ്കിൽ ഉഖ്റുജത്ത് നിങ്ങൾ മനുഷ്യന്മാരൊട്ടിಗೆ ഇരിയണോ, സംഘടന പ്രവർത്തനം നിങ്ങൾ നടത്തണോ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണോ, മനുഷ്യന്മാർക്ക് ഇൽമു ചൊന്നു കൊടുക്കണോ. അങ്ങനെ ചൊന്നു കൊടുക്കുമ്പോഴായിട്ട് നൽകാര്യം നിങ്ങൾ പഠിപ്പാട്ടണോ. മാത്രം നൽകാര്യം ചെയ്ത ചീത്തയായ കാര്യങ്ങളെല്ലാം പിടിയുടെ പോലെ നിങ്ങൾ ആക്കണോ. ഇങ്ങനെ നിങ്ങൾ മനുഷ്യന്മാരെ ഇടയിൽ SSF പ്രവർത്തനം നടത്തിയിട്ട്, SYS പ്രവർത്തനം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ നടത്തിയിട്ട്, നിങ്ങൾ നല്ല പ്രവർത്തനം നിങ്ങൾ നടത്തുക മാത്രമായിട്ട് നിങ്ങൾ നല്ല ആത്മാർ ആവിടെ, അല്ലെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം റാസിദങ്ങൾ അവിടത്തെ ഒരു സംഭവം ഒത്തിരിക്കട്. അതാണ് ചൊല്ലട്ടെ, കേൾക്കോ ശരിക്കും നിങ്ങൾ. ഒരു റായത്ത് വല്ലാത്ത തപ്പാക്കട മനുഷ്യന്മാര്, വല്ലാത്ത കുറ്റാക്കട മനുഷ്യന്മാര്, തമ്മാടിത്തറാക്കട മനുഷ്യന്മാരായിട്ട് ഇന്നാല് ഒരു റായത്ത് വല്ലാത്ത തമ്മാടിത്തരം, എല്ലാത്ത തമ്മാടിത്തരം. ഒരായത്തിൽ കോണേല് കാര്യം ഉണ്ടായി കഴിഞ്ഞ അല്ലാഹു ആറായത്തെ കുടുക്കി കളയുണ്ട, ആറായത്തെ അല്ലാഹു പിടിപിടിയാക്കൂട്ട. കോണേല് കാര്യം ശ്രദ്ധിക്കുന്ന സമയമില്ല. അങ്ങനെയുള്ള ആ റായായിട്ട് കിടങ്ങത്തെ റായ, ആ റായത്തിൽ 2 മലക്കുകൾ അല്ലാഹു കടത്തിയ ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കട്. അതേ 2 മനുഷ്യന്മാർ അല്ലാഹു കടത്ത്, 2 മലക്കുകൾ അല്ലാഹു കടത്തുക. എന്തിനേക്ക്? ആ റായത്തൊന്ന് കൽത്തപ്പ മറിച്ചിടുന്നു, ചൊന്നുകാറായത്തൊന്ന് പൊടിപടിയാക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടില്ലേ, അതാ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമികളെ ചൊന്നത് കേൾക്കാത്തപ്പോ എന്താക്കിയേ തന്റെ രക്കളിങ്ങനെ നന്ദര അടുക്കിങ്ങനെ താത്തി വെച്ചിട്ട് ആ റായത്തങ്ങൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ശാന്ത സമുദ്രത്തെ നടുക്കടൽ കൊണ്ടുപോയിട്ട് ഒറ്റ അടി മറുട്ട കൊട്ടിയതുപോലെ എല്ലാം നശിച്ചു പോയില്ലേ. അങ്ങനെ ആ രൂപത്തിൽ നശിപ്പിക്കൊടുക്കായിട്ട് 2 മലക്കുകൾ അല്ലാഹു കടത്തിയ. അങ്ങനെ ആ റായത്തങ്ങൾ വന്നിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് എത്രയായിട്ടുണ്ട്, എല്ലാവരും കടക്കാട്ടില്ല. പക്ഷെ ഒരാളുടെ പള്ളിയിൽ നിസ്കരിച്ചു ഭയങ്കരത്തിൽ ഇബാദത്ത്, അയാളിങ്ങനെ വല്ലാത്ത ഇബാദത്ത്, വല്ലാത്ത ദിക്ർ, വല്ലാത്ത തസ്ബീഹ്, വല്ലാത്ത ഭയങ്കര ഒരു വലി. ഈ 2 മലക്കുകൾ ഹലാക്കാക്കൊണ്ട് വന്ന 2 മലക്കുകൾ അവിടെ നിന്ന് തിരിഞ്ഞു കൊണ്ടാണ് അല്ലാഹുവിനെ കൊണ്ട് ചൊല്ല, പടച്ചവനെ നിന്റെ രാധാ കേൾക്കാത്ത മനുഷ്യന്മാരെ ഹലാക്കാക്കൊണ്ടങ്ങ് പോയപ്പോ ആ റായത്തെ പിടിച്ച് ഹലാക്കാക്കൊണ്ടങ്ങൊന്ന് പിടിക്കുമ്പോ ആ റായത്ത് ഒരാളുണ്ട്, വല്ലാത്ത ആബിദായ മനുഷ്യന്, നിസ്കാരക്കാരനായ മനുഷ്യന്, വല്ലാത്ത നിന്നെ പേടിക്കുന്ന ഒരു മനുഷ്യനൊരു മൂലയിൽ ഇരുന്നിട്ട് ഇബാദത്ത് എടുത്തോണ്ടുണ്ടോ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു വന്ന, ഞങ്ങൾ തിരിച്ചു വന്ന ഇല്ല. അയാൾ നോമ്പെടുത്തു, എന്ത് നോമ്പെടുത്തു? അള്ളാഹ് എടുത്തു. അയാൾ അയാൾ ഇല്ല. അയാൾ ഖുർആൻ ഓതി, അയാൾ ദിക്ർ ഓതി, അയാൾ എന്ത് അത് അയാൾ പഠിച്ചല്ലേ. റായത്തിന് എന്തും കാണിക്കാം, റായത്തിന് എന്തും കാണിക്കാം, എന്തു ആക്കിയിട്ട്. അതുകൊണ്ട് അയാളെ നിസ്കാര വിഭാഗത്ത് നിഷ്ഫലം, മാർഗിടവ് സാധ്യയില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോ ആ ആയത്തെ പാട് നശിപ്പിച്ചോ. അത് നല്ലത് കിടക്കും ആരും പിന്നെ വലിയ ഓട്ടിക കാത്തിന്റെ ഭസ്മമുണ്ട്, പോയിക്കോ. അല്ലാഹു നശിപ്പിച്ചുണ്ടാക്കി കണ്ടത്. അപ്പോ നന്ദി ചെന്നോട്ടുള്ളേ, ഞങ്ങൾക്ക് പെഞ്ഞായി മക്കൾ എല്ലാവരും ഉണ്ട്. പെഞ്ഞായി മക്കൾ ഇല്ലാത്ത ആക്ഷേപിക്കുന്ന ഞങ്ങൾ മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് പെഞ്ഞായി മക്കൾ. നായി നോക്കിക്കണം ഇല്ലേ? ഒരു നായ് കുഞ്ഞിക്ക് എത്ര കുഞ്ഞുണ്ട്? 8 കുഞ്ഞുണ്ട്. അത് ലോൺ എടുക്കില്ല, ഇല്ല. ഗൾഫ് പോകണ്ട, ഇല്ല. എന്തുകൊണ്ട് ആ 8 കുഞ്ഞുങ്ങൾ ബർത്തില്ലേ കൂടെ ആരൊക്കെ സ്വർഗ്ഗമില്ലാത്ത, കൂടെ ആരൊക്കെ സ്വർഗ്ഗമില്ലാത്ത ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ
100ാം വാർഷികത്തെ വലിയ സന്തോഷത്തിലായിട്ട് കിടന്നല്ലോ. ഇപ്പൊ ഈ 100ാം വാർഷികം ചൊല്ലുമ്പോൾ ചില്ലറ വിഷയത്തിലുള്ള 60ാം വാർഷികം നടന്നപ്പോ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് 60ാം വാർഷികം നടന്നത് അല്ലേ? ആ 60ാം വാർഷികത്തിന് നേതൃത്വം കൊടുത്ത ആളാര്? ആര് ആര് ചൊല്ലുന്നില്ല? സുൽത്താനുൽ ഉലമ ചൊല്ലുന്നു. 60ാം വാർഷികത്തിന്റെ നേതൃത്വം കൊടുത്ത ആള് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അധ്യക്ഷനായി കണ്ണിയത്ത് ഉസ്താദ്. നവ്വറല്ലാഹു മർക്കദഹു. അവഹാന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ ജയിപ്പിച്ചു തരുമാറാവട്ടെ. ആ 60ാം വാർഷികത്തിൽ അവിടുത്തെ സ്വാഗത പ്രസംഗം എപി ഉസ്താദ് അല്ലേ? ആ സ്വാഗത പ്രസംഗത്തെ ഇന്ത്യൻ മനുഷ്യന്മാർ മറന്നിട്ടില്ല, ഇന്ത്യൻ പ്രവർത്തകന്മാർ മറന്നിട്ടില്ല. സർവ സലഫികളെയും വഹാബികളെയും വിദഗ്ധക്കാരെയും അറബിക്കടലിൽ പെരുമാറിയും വലിച്ചെറിഞ്ഞിട്ട് ആപ്പീസ് കൂട്ടിയ പ്രസംഗമായിട്ട് സ്വാഗത പ്രസംഗം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എടുത്തു. ഞങ്ങളെ മക്കളും നേതൃത്വം കൊടുക്കുക. ആ സുൽത്താനുൽ ഉലമ തൗഫീഖ് തരട്ടെ. ഇന്ത്യയിൽ 100ാം വാർഷികത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അതേ സുൽത്താനുൽ ഉലമ. 40 ആലിമീങ്ങളും 39 ആലിമീങ്ങളും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. എത്രയായി? 60ാം വാർഷികത്തിൽ ഒരുമിച്ച് കൂടിയ 40 ആലിമീങ്ങളും 39 ആലിമീങ്ങളും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. പക്ഷേ ഒരേ ഒരു പണ്ഡിതൻ, ഒരേ ഒരു ആലിം, ലോകത്തിന് ആവശ്യമുള്ള ആലിം, ഇന്ത്യക്ക് ആവശ്യമുള്ള ആലിം, കർണാടകത്തിലും കേരളത്തിലും ലോകമെമ്പാടും ആവശ്യമുള്ള ഒരേ ഒരു പണ്ഡിതൻ സുൽത്താനുൽ ഉലമ. ആ മഹാനവറുകളാണ് 100ാം വാർഷികത്തിന് നേതൃത്വം കൊടുത്തോണ്ടുള്ളി. അൽഹംദുലില്ലാഹ്. ആ ഒരു വലിയ സമ്മേളനം ഞങ്ങൾ മുന്നോട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഭിന്നിക്കേണ്ടവരല്ല, നിങ്ങൾ പരസ്പരം അനൈക്യം ഉണ്ടാക്കേണ്ട, പരസ്പരം ഫിത്രയും ഫസാദും ഉണ്ടാക്കേണ്ടവരല്ല. ഒക്കെ ഞങ്ങൾ ഫിത്ര ഫസാദ് ആവശ്യമില്ല. നിങ്ങൾ തീരത്ര നടക്കുന്നില്ല, ഞങ്ങൾ തീരത്ര നിങ്ങൾ തീരില്ല. ഇപ്പൊ നാണോ ഗഫാലെന്ന് കരണ്ടാക്കി അയാൾ കോർട്ട് കൊണ്ട് നാണ് കൊണ്ടുപോകും. അപ്പൊ അയാൾ തീരത്ര നടക്കുന്നില്ല. അയാളെ നാണ് ഡെപ്പാർട്ട്മെന്റ് നടക്കുന്ന വിഷയമാണ്. അതൊന്നും പൂച്ചലിട്ടിച്ചോണ്ടി ഒക്കെ അല്ലേ? അല്ലെങ്കിൽ നന്റെ ഡെപ്പാർട്ട്മെന്റ് ഇപ്പൊ നടക്കുന്ന സമയത്ത് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ആറും വലിയ ഇപ്പൊ വലിയ കാരണം ആലിമീങ്ങളും തങ്ങന്മാരും പണ്ഡിതന്മാരും കിതാബിൽ കാണുക. ആലിമീങ്ങളെ ബഹുമാനിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. ആലിമീങ്ങളെ തങ്ങന്മാരെ ബഹുമാനിക്കണം, തങ്ങന്മാരെ ആലിമീങ്ങളെ ബഹുമാനിക്കണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. പക്ഷേ ശരിക്കും മനസ്സിലാക്കണം, ഒരു തങ്ങളുണ്ട്, ഒരു ആലിമുണ്ട്. ഒരു തങ്ങളുണ്ട്, ഒരു ആലിമുണ്ട്. ഇപ്പോൾ തങ്ങൾ വെച്ചു ആലിമല്ല തങ്ങൾ, ഒരു ആലിമിപ്പുറത്തുകൊണ്ട് വെക്കാം. എന്നാൽ നിങ്ങൾ ആരും പിന്നാലെയാ കൂടേണ്ടത്. ആര് വരില്ലേ? ആ തങ്ങളെ അല്ല, ഈ ആലിമിന്റെ പിറകിലെയാ കൂടേണ്ടത്. ആലിമ നേതാവ് സയ്യദ് ഒക്കല്ലേ, തങ്ങൾ സയ്യദ് നേതാവൊക്കെ ഓക്കെ. പക്ഷേ ആലിമിനെക്കാളും വലിയ സദാ നേതാവല്ല. കാരണം മനുഷ്യന്മാരെ പിറകെടുക്കേണ്ടത് ആലിമികളെ പിറകിലായിട്ടിരിക്കണം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അതുകൊണ്ട് അല്ലാഹു റസൂൽ തന്റെ കുടുംബ വറസത്തുൽ അംബിയാ ഇല്ല. എന്റെ കുടുംബം നിങ്ങൾ എവിടെ കാണുന്നില്ല. അപ്പൊ ആലിമീങ്ങളുടെ പിറകില് ഏത് കോന്തന്മാരെ പിറകിൽ നിൽക്കേണ്ടതല്ല. ഇത് നാടന്മാരാവട്ടെ നേതാക്കന്മാരാവട്ടെ, അവൻ ശുദ്ധമായ നേതൃത്വം കൊടുക്കണമെങ്കിൽ മാത്രമാണ്. ഇത് നാട് വലിയ സുന്നിന്റെ പേര് മാത്രമാണ്. എന്റെ മക്കളുടെ സലഫും വഹാബിയാണ് ഏതോ ഒരു ഭാഗത്തില്ല, അവിടെ ഒന്നും സുന്നിയൊന്നും ഇരിക്കുന്നതല്ല. എന്നിട്ട് നേതൃത്വം നാ വലിയ നേതാവ്. ഏത് നേതാവിടെ ആലിമീങ്ങളെക്കാൾ വലിയ നേതാക്കന്മാരിവിടെ ആരുണ്ട്? ഇനി ആലിമും തങ്ങളും ഒട്ടിയായിട്ട് വലിയൊരു നേതൃത്വമായിട്ട്
അപ്പൊ ഈ രൂപത്തിൽ പരസ്പരം നല്ല രൂപത്തിന് നല്ല ഐക്യത്തോട് സ്നേഹത്തോട് നീങ്ങലാണ് വേണ്ടത് ഈ സമുദായം പരസ്പരം. അതിനുവേണ്ടി KMJ ആവട്ടെ, SYS ആവട്ടെ, മുസ്ലിം SSF ആവട്ടെ, SPF ഈ രൂപത്തിൽ പ്രവർത്തിക്കണം. അല്ലാതെ നീന് അവിടെ വന്നെങ്കിൽ നാവണ്ടില്ല അവിടെ വണ്ടില്ല, അല്ലെങ്കിൽ അവിടെ അടിച്ചമർത്തണം, അവിടെ ദെപ്പാട്ടണം, അവിടെ ദെപ്പാട്ടണം, അവൻ പറഞ്ഞത് അവിടെ അങ്ങനെ അവിടെ ഓണിങ്ങനെ ഇവിടെ ആരട്ടി ഇവിടെ കളി പടച്ചോടെ നീ വെട്ടിക്കല്ലേ കളി അല്ലേ? പിന്നെയോ ഈ ഹദീസ് ധാരാളം വിശദീകരിക്കുന്നു. അത് കടക്കിലെ തന്റെ ഉമ്മത്തുകൾക്കുള്ള ഉലമാളി പണ്ഡിതന്മാര് അവരാര്? അതാ സുൽത്താനുൽ ഉലമാ മഹാനായ സുൽത്താനുൽ ഉലമാ. അല്ലാഹു ആ മഹാനവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ലോകത്തെ എല്ലാ ജാഗ്രതയും ഫിത്നയും തമ്മാടിത്തലും അനീതിയും അക്രമവും കൊടികുത്തി വാഴ്ന്നു കൊടുത്ത ഈ സമയത്ത് ലോകം തേടുന്ന ഒരു നേതാവുണ്ട്. ഈ ലോകം തേടുന്ന നേതാവ് അത് മലേഷ്യക്കാരനാകട്ടെ, സൗദിക്കാരനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ, ഏത് രാജ്യത്തിന് വേണ്ടിയാവട്ടെ, അത് സുൽത്താനുൽ ഉലമാ. അല്ലാഹുവേ ആ മഹാമനുഷ്യനിക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ആ നേതാവ് നിങ്ങളുടെ കയ്യിൽ തന്നെ മഹ്ദറത്തുൽ ബദ്രിയ മക്കളെ നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പ്രവർത്തിക്കുമെന്നോ ഇബ്ലീസ് നിങ്ങളെ കൈകടത്തുകയോ, ഇബ്ലീസ് നിങ്ങളെ ചതിക്കൂ, നിങ്ങളെ വഞ്ചിക്കൂ. അതുകൊണ്ട് നിങ്ങൾ മഹ്ദറത്തുൽ ബദ്രിയ ചൊല്ലുകയോ, നേതൃത്വം കൊടുക്കണ നാലുകു ചൊല്ലുകയോ, ബദ്രിയത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള സുൽത്താനുകൾ അങ്ങനെ തന്നെ ഒരു മഹദത്തുൽ ബദ്രിയത്തുകൾ എത്ര ആൾക്കാരുള്ള ചില്ലറ വിഷയമാണ്. നാടകത്തോടെ വിളിച്ചേ, കളിക്കൊണ്ട വിളിച്ചേ, കളിക്ക് എത്ര ആളുകളുണ്ട്, എത്ര പൈസ ചിലവാക്കില്ലേ? അനാവശ്യത്തിൽ ചെലവാക്കരുത്. അങ്ങനത്തെ വിഷയത്തിൽ തൊട്ട് കാര്യമില്ല, തമാടിത്തരം തൊട്ട് കാര്യമില്ല, അനാവശ്യം വേണമെങ്കിൽ ചെലവാക്കണത്. പക്ഷേ നല്ല ഡ്രസ് ഇട്ടെങ്കിലേ ഹലാൽ, നല്ല ഡ്രസ് ഇട്ടെങ്കിൽ തെറ്റില്ല, കുലി കിട്ടുക. ബിരിയാണി നല്ല ബിരിയാണി, എന്ത് ബിരിയാണി? മന്തി, ഇന്ത്യൻ മന്തിയ, ജപ്പാൻ മന്തിയ, ശിക്ഷ കിട്ടുക, കൂലി കിട്ടുക? കൂലി കിട്ടാതെ ശിക്ഷ കിട്ടാതെ രണ്ടും ഒരേപോലെ. അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കില്ല. പക്ഷേ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമോ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത അപകടത്തിലും തമ്മാടിത്തരത്തിലും വല്ലാത്ത ബുദ്ധിമുട്ടിലായി സമുദായം നീങ്ങിപ്പോകും. ഇങ്ങനെ ഒരാൾ ചെയ്താൽ എന്താവും? وَيُخْرِجُهُمْ مِنَ الدُّنْيَا بِغَيْرِ إِيمَانٍ. ഈ രൂപത്തിലുള്ള പ്രവർത്തനം നിങ്ങൾ ആക്കിക്കളഞ്ഞെങ്കിലോ, നിങ്ങൾ സ്വന്തത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പഞ്ചായി മക്ക, നിങ്ങളുടെ പൈസക്കാര്, നിങ്ങളുടെ അനാവശ്യ ദൂർത്ത് ഈ രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് വന്നെങ്കിൽ وَيُخْرِجُهُمْ مِنَ الدُّنْيَا بِغَيْرِ إِيمَانٍ. നിങ്ങൾ അല്ലാഹു അവരല്ലാഹു അല്ലാഹുവിനെ പുറത്താക്കും. എവിടെ? ദുനിയാവിൽ നിന്ന് ഈമാനില്ലാത്ത നായി ചാകുന്നത് പോലെ അവൻ ചത്തുകളയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് ഒരു ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തിന് നമ്മൾ പറച്ചു ചിന്താൻ പാടില്ല. സ്ഥാനത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി എവിടെ പോയി ഇപ്പൊ സുന്നത്തിന് തീരില്ല, സുന്നത്ത് ജമാഅത്തില്ല, പിന്നെ അധികാരം. നാളെ പ്രസിഡന്റ് ആയി, നാളെ സെക്രട്ടറി ആയി, നക്ക് പ്രസിഡന്റ് സ്ഥാനം എവിടെ വേണേ പാടട്ടെ, എന്നെ വേണേ പാടട്ടെ, എന്നെ സ്കൂളിലും പാടട്ട്, ദർശനം പാടട്ട്, പെണ്ണുമക്കളെ കൊണ്ട് പാടട്ട്. പിന്നെ ഞാൻ വയറു പോയി വല്ലാത്തൊരു കംപ്ലൈന്റ് നിങ്ങളെ മൈക്കാസിന്റെ പേര് ചൊല്ലുന്നു. എന്തിനേ നിങ്ങൾ വയറു എന്തിനു വിഷയം? പെണ്ണുമക്കൾ ഡാൻസ് ആക്കുന്ന വിഷയം. എവിടെ? സ്കൂളിൽ
അതല്ല ശ്രദ്ധക്കാവില്ല. എന്തിനെന്തിന് ഈ പെണ്ണ് മക്കളെ ഉമ്മമാർ വന്ന് ഡാൻസ് ആക്കി. അതെന്തിനുള്ള ഈ തീപ്പെട്ടി പള്ളിയുള്ള വായു വെക്കിടവ, പിന്നെ എന്തിനുള്ള ഈ നേരക പൊടി വെക്കിടവ, അങ്ങനെ ഈ സ്കൂളിൽ ഓടിനവ. എന്ത് ഈ പെണ്ണിനെ ഈ ഉസ്താദ് ഈ ഇത്തരത്തിലുള്ള ഈ ഇങ്ങനെയുള്ള സ്കൂള് നടത്താൻ പേര് സുന്നിയ സ്കൂള്. ഓ എന്ത് സുന്നി, നമ്പർ 1 സുന്നി. ആ സുന്നിയുടെ സ്കൂള് നടത്തിയ ആ ഒരു വല്ലാത്ത തമ്മാടിത്തരം, നീചമായ നികൃഷ്ടമായ അങ്ങേറ്റത്തിന്റെ വലിയ തമ്മാടിത്തരം ഈ സമുദായം ചെയ്യണമെങ്കിൽ നാടുണ്ടോ ഈ സമുദായത്തിന്? മാനുണ്ടോ ഈ സമുദായത്തിന്? അവരുടെ പെണ്ണികളെ പഠനത്തിൽ കൂടെ പാട്ട് പാടണം, തീപ്പടി വെക്കണം, കത്തോടൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ലിംബ പോയി വെക്കണം, മന്ത്രിച്ചിട്ട് മാട്ടാക്കി. അങ്ങനെ അള്ളാഹ് എന്തൊരു അപകടത്തിലും എന്തൊരു തമ്മാടിത്തരം. മദ്രസയിൽ പെണ്ണുമക്കളെ കൊണ്ട് പാട്ട് പാടുക. ഈ എന്ത് സുന്നത്തിയമായ ഇത് ഞങ്ങൾ ആരും പഠിപ്പാട്ടില്ല. താജുൽ പഠിപ്പാട്ടില്ല, കണ്യത്തുസ്താദ് പഠിപ്പാട്ടില്ല, വരക്കൽ മുലക്കോലൊക്കെ പഠിപ്പാട്ടില്ല, പഠിപ്പാട്ടില്ല. ഇതൊന്നും പഠിപ്പാട്ട് പേര് ഞങ്ങൾ ചുണ്ടികൾ, ഞങ്ങൾ വലിയ നേതാക്കന്മാര്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ നേതാക്കന്മാരെ അള്ളാഹു നിങ്ങൾക്ക് എന്തൊക്കെ അപ്പുറം ചൊല്ലുന്നത് അടുത്ത പ്രസംഗത്തിൽ ചൊല്ല അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ വിശദീകരിച്ച് ഞാൻ ചൊല്ലാൻ ആഗ്രഹിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇതിക്കെല്ലാം തടക്കു വേണ്ടിയിട്ട് അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഹൈറിലാക്കി തരുമാറാണ് പാട്ടെ. അപ്പൊ ഈ ഇത് സുന്നത്തിയമായിട്ട് അതിൻ്റെതായ അതിനെ ആ ഒരു തെല്ലും അപ്പുറം അത് ഏത് സമയത്തും സുന്നത്തിയമായിട്ടുണ്ട്, എല്ലാ സമയത്തും സുന്നത്തിയമായിട്ടുണ്ട്. അല്ലാതെ നാം എന്ത് സംഘടന പ്രവർത്തിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഡിസംബർ തിങ്കളിൽ ഒരു വലിയൊരു ഫംഗ്ഷൻ വെക്കണം ഞങ്ങൾ തീരുമാനിച്ചില്ല. അതിനൊട്ടിಗೆ ഒരു 3-4 ദിവസം ജാഗ ഞങ്ങൾ എടുക്കണം ചെന്നിട്ട് അതിന് ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോ പ്രത്യേകമായി ഉസ്താദ് വേറെക്കണം. ഞങ്ങളുടെ ഈ ഒരു പഴക്കം കേവലമാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മദദ് പറഞ്ഞ മജ്ലിസ്, ബദരീങ്ങൾ നേരത്തെ ഉസ്താദ് ചൊല്ലി, ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ മജ്ലിസ്, അതുപോലെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ വയലിൽ എത്ര വയലിൽ റിഫായി ശൈഖ് തങ്ങളുടെ ആ കാലഘട്ടത്തിൽ എല്ലാവരും കേൾപ്പാറുണ്ട്. അതിലുള്ള പറഞ്ഞിട്ടുണ്ട് അവരുടെ വയലാൽ പലരും ചാക്കുന്നോവർ. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ ഫീ ഹാലത്തിൽ ബുഅദി റൂഹികും ദൂസിലുഹാ തുകബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. ആ സമയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ നിന്നിട്ട് കൈ ഉയർത്തി കൊടുക്കണേ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ അതിനെ മുത്തുടെ ചുറ്റിക്കണേ. അങ്ങനെയുള്ള വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ. അല്ലാഹുവേ പാമ്പ് മന്ത്രിയുടെ മന്ത്രായി റിഫായി ശൈഖ് തങ്ങൾ പഠിപ്പായിട്ട് റിഫായി ശൈഖ് തങ്ങളുടെ പേരിൽ പാമ്പ് മന്ത്രിച്ചു കൊടുത്തെങ്കിൽ ഒരു പാമ്പ് ഇട്ടില്ല, ഏത് എത്ര വലിയ പാമ്പ് പറ്റില്ല. അങ്ങനെയുള്ള റിഫായി ശൈഖ് തങ്ങൾ. അപ്പോ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ അനുസ്മരിക്കുന്ന ഈ മഹത്തായ മജ്ലിസ് അവിടുത്തെ പാത പിന്തുടർന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കാട്ടിപ്പാറ ഉസ്താദ്, നമ്മുടെ മർക്കസിലെ മുദരിസായിട്ടുള്ള ഉസ്താദ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു ആ മഹാനവറുകൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ, ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അതുപോലെ സുന്നത്തിയമായതിന് മുഴുവൻ പണ്ഡിതന്മാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും താഖത്തും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രബോധനം ചെയ്യാൻ ഇഖ്ലാസ് അല്ലാഹു ഞങ്ങൾക്കും അവർക്കും കൈമുതലാക്കി തരുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങൾക്ക് അല്ലാഹു കൈമുതലാക്കി തരുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബ് ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വഹദത്തുൽ ബദരിയ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും കൂടണം. ചെറിയ മക്കൾ, ചെറിയ മക്കൾ, വലിയ മക്കൾ സ്കൂൾ കോളേജുകളുണ്ട്, അങ്ങാക്കടെ ഫംഗ്ഷൻ ആയിട്ട് നിങ്ങൾ കൂടിയില്ലെങ്കിൽ
അങ്ങനെ AC അല്ലേ മക്ക മക്ക ഉത്തര മക്കയില്ല അവിടെ 15 ഞങ്ങൾ ഇത്ര മനസ്സിലാക്കി പറ്റില്ല മക്ക അപ്പൊ അങ്ങനെയുള്ള ഒരു അപകടം ആരും പദ്ധതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സലാമത്താക്കി പെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ കൂടി സഹകരിക്കണം പ്രത്യേകമായി ചൊല്ലുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നല്ല മനസ്സ് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു 3-4 സെൻസ് ജാഗയാവണം. ഒരു ചെറിയ ബിൽഡിംഗ് വേണം, വലിയ ബിൽഡിംഗ് വേണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിക്ക് വേണ്ടി ഈ മജ്ലിസിൽ പ്രത്യേകമായി വരക്കണം. ഉസ്താദ് നേരത്തെ വിഷയം ഇൻഷാ അല്ലാഹ് അതിക്ക് വേണ്ടി വരക്കണം. അതുപോലെ പലതിരക്കുള്ള പ്രശ്നങ്ങളുള്ളവരുടെ എല്ലാവരും വേണ്ടി വരക്കണം ഇൻഷാ അല്ലാഹ്. ഈ മജ്ലിസിൽ മക്ക ഉഷാറില്ലാത്ത പ്രത്യേകമായി ചൊല്ലുന്നു. നിങ്ങളെ മസൂദരെ കാക്കക്ക് ഉഷാറില്ലാണ്ട് പിന്നെ പ്രത്യേകമായി അറിയിച്ചിരുന്ന അഷ്റഫ് ഉസ്താദിനെ കിടാവുള്ളൂ. അതുപോലെ തുടങ്ങി ആരെല്ലാം ഇൻഷാ അല്ലാഹ് വിഷമങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ വിഷമങ്ങൾ അല്ലാഹു തീർത്തുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ ആൾമാരായിട്ട് നിങ്ങളെ ഖലീഫമാരായിട്ട് ഈ ബറാത്തുകളുള്ള അങ്ങനെ വിഷമം ചെറുത്തുള്ളത് ബേജാർ ചെല്ലുങ്ങൾ ഇതാണ്. കുഞ്ഞാൻ്റെ കൂടെ പോയപ്പോ ഈ സജിപത്ത് ഒരു 3 വയസ്സുള്ള പെണ്ണ് തലയ്ക്ക് സ്റ്റോക്ക് വന്നിട്ട് സുബ്ഹാനല്ലാഹ് 3 തിങ്കളായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വെറുവും മെലിഞ്ഞൊട്ടിട്ട് നോക്കുമ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ഓപ്പറേഷൻ ആക്കിയിട്ട് ഒരു തലയുടെ നരമ്പെടുത്തിട്ട് ബാംഗ്ലൂരിൽ ICU വെച്ചിട്ടാണ്. അതിപ്പോ വെച്ചിട്ട് ജഡ് നിങ്ങൾ കഴിഞ്ഞിട്ട് ആ നരമ്പ് ജഡ ഫിറ്റ് ആക്കും. എന്തൊരു രോഗം നിങ്ങൾ അച്ഛനാക്കുന്നത് 13 വർഷത്തെ ഒരു പെണ്ണിടാവിടെ ഒരു പെണ്ണിടെ തല ഓപ്പറേഷൻ ആക്കിയിട്ട് പിന്നെ സ്റ്റെക്കായിട്ട് ഉണ്ടായിട്ടല്ലേ. അപ്പോ ബാംഗ്ലൂർ പോയി ഓപ്പറേഷൻ ആക്കിയിട്ട് ഒരു നരമ്പെടുത്തിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതാണ്. ഇനി ജഡ് നിങ്ങൾ വന്നിട്ട് എല്ലായിട്ട് ഇടാവോ അണങ്ങി ജഡാവുന്ന ഫിക്സ് ആക്കാം. ആ ചൊല്ലു വലിയൊരു ബേജാത്ത കൊടുക്കൊണ്ട് ആ പെണ്ണിങ്ങും അതുപോലെ ആ ബാപ്പയും കുഞ്ഞാണ്ടും എല്ലാം കരണ്ടിട്ട് ദ്വാരക്കൊണ്ടിരുന്നപ്പോ ഈ മജ്ലിസിൽ പ്രത്യേകമായിട്ട് പിന്നെ ദ്വാരക്കൊണ്ട് വസീയത്താക്കിയത്. അപ്പൊ അതുപോലെ ഞങ്ങളുടെ ചമ്മ ആൾമാരുള്ള അങ്ങനെയുള്ള അപകടങ്ങളിൽ ഞങ്ങളുടെ മക്കൾ അല്ലാഹു വരുത്താണ്ടിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു വരുത്താണ്ടിക്കട്ടെ, നിങ്ങളുടെ മക്കളെ പ്രിയാവുന്ന അല്ലാഹു വരുത്താണ്ടി നല്ല സുന്നതമായതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മക്കൾ അല്ലാഹു തരട്ടെ. അത് വാതാരമായി സൗജന്യമായി വേറൊരു പെണ്ണിങ് വേറെ വന്നത് മേലിൽ കടിക്കാൻ പിന്നെ മൊണ്ണ കൊറടിയായിട്ട് അള്ളാഹു പരിപൂർണമായ ആഫിയത്തിനെയും കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. ഈ മഹത്തായ ഇതെല്ലാം നിങ്ങൾ കടപ്പെട്ടവർ അതുകൊണ്ട് ചോദിക്കട്ടെ. ഇതിനു വേണ്ടി പ്രസിദ്ധിക്ക് വേണ്ടി തോന്നാം. പിന്നെ മുന്ന ഏൽപ്പിച്ചായിട്ട് അയാളത്തെ ഉദ്ദേശം നേർച്ച വെച്ചിട്ട് അൽഹംദുലില്ലാഹ് സഫലീകരിച്ചിരിക്കുകയും അപ്പൊ പ്രത്യേകമായിട്ട് അത് വേറെ ഏൽപ്പിച്ചിട്ട് മാസപ്പെടുന്നു. അപ്പൊ എല്ലാവരും അതൊക്കെ സഹകരിക്കുന്നുണ്ട്. പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊട്ടിಗೆ SOS നേതൃത്വം വലിയ ഫംഗ്ഷൻ ഡിസംബർ ലാസ്റ്റിൽ വെച്ച്